ഇന്നലെ രാത്രിയിൽ എന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണത്. ഏതാ? ഹോട്ടലിൽ കൊണ്ടുവന്നുള്ളത്. ഒരു ഇന്നടത്ത ഒരു ഹോട്ടലിൽ കൊണ്ടുപോയ കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് അഖിലിന് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഞാൻ പറഞ്ഞത് എന്താ കുഴപ്പമെന്നറിയാവോ? ഇത് എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞെങ്കിലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇത് പോയ ആൾക്കാർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം എനിക്ക് എന്ത് പറയാൻ പറ്റും? അതാണ് ചോദിച്ചത്. പിന്നെ എന്തിനാണ് അഖില് ഈ ഇത്തരം ഒരു പരിപാടി? ഇത് ശരിയെന്നാണോ പറയുന്നത്? ശരിയെന്നല്ല, പിന്നെ എന്തിനാ? അവർക്ക് പരാതിയില്ല, ഒന്നുമില്ല. അപ്പൊ അതായത് അഖിലിന് എന്താണ്? അപ്പൊ ഈ രണ്ടുപേര് നാളെ ഇരുന്നിട്ട് പെമ്പിള്ളാരെ ഇങ്ങനെ വിളിച്ചിട്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ച് ബിഗ് ബോസിൽ കയറണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അതല്ല, രണ്ടുപേരെ പേര് പറഞ്ഞാൽ പിന്നെ അയാൾ അവിടെ ഇല്ലാന്ന് നമുക്ക് കൂട്ടിയിട്ട് പുറത്താക്കണമെന്ന് വരാൻ പോകുന്നു. ഇനി അടുത്ത സീസണിൽ വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഈ ആളുണ്ടല്ലോ, ഈ ആളാണല്ലോ ഇന്റർവ്യൂ എടുക്കുന്നത്, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അത് തീരുമാനിക്കാൻ പെൺകുട്ടികൾക്ക് കഴിയുമല്ലോ. അപ്പം ആ പേര് പറഞ്ഞെങ്കിൽ എന്റെ പൊന്നളിയാ, എന്റെ പൊന്ന് അഖില ഇതിന്റെ അപ്പുറത്തേക്ക് അഖില് സംസാരിക്കുന്ന ആളാന്ന് എനിക്കറിയാം. ഞാനിത് ക്ലാരിറ്റി തരാം. അതായത് ഞാൻ എന്റെ ഉദ്ദേശം മൂവി വേൾഡിൽ നിന്ന് ഹൈദർ അലിയെ പുറത്താക്കണമെന്നുള്ളതാണെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ ഇന്നലകളിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കാണിച്ചിട്ടുള്ള മര്യാദകേടുകളെ കുറിച്ചിട്ട് ഞാൻ പേര് പറയാതെ മൂവി വേൾഡിൽ ഒരു പ്രധാനപ്പെട്ട ആങ്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഓണർക്ക് അറിയാമായിരിക്കുമല്ലോ, ഓ ഇതില്ലല്ലോ അവൻ തന്നെ ഹൈദർ തന്നെ അറിയാമല്ലോ. അപ്പം ഈ ഒരു വിഷയം പുറത്തേക്ക് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതായത് മൂവി വേൾഡ് തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഒരു അലിഗേഷൻസ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ ഇല്ലയോ നമുക്ക് അന്വേഷിക്കണം, അല്ലെങ്കിൽ നാളെയിൽ ഇന്ന് ഹൈദർ വലിച്ചുകൊണ്ടിരുന്നൊരു ചുമതലയിൽ നിന്ന് പുള്ളിയെ മാറ്റി നിർത്തണോ തുടർത്തണോ എന്ന് ആലോചിക്കണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. അതായത് ഇന്നലകളിൽ ഇതിൻ്റെ തൊലപ്പത്തിരുന്നു കൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളോട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച ആൾക്കാരെ കുറിച്ചിട്ട് ആര് ഒരു കേസ് നടത്തണം, നമ്മുടെ CPM ചെയ്യുന്ന ഉൾപാർട്ടി കേസ് അന്വേഷിക്കണം. ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണ സമിതിയെ വെച്ചിട്ട്, അതായത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തീരുമാനം വരട്ടെ. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഏഷ്യാനെറ്റുമായിട്ട് കോൺട്രാക്ട് ഉള്ളതോ ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതുമായിട്ടുള്ളതോ നാളെയിൽ ഏഷ്യാനെറ്റുമായി സഹകരിക്കണമെന്ന് ആഗ്രഹമുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് ഇവരുടെ ആക്ടിവിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ ഇന്നലകളിൽ ഇവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്ക് സഹകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ എടുക്കൂ എന്ന് ഇവരോട് ഇവർ പറഞ്ഞതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു ഇന്റേണൽ ഡെസ്കിന് നിങ്ങൾ പരാതി താ എന്ന് ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസി ഉണ്ടാവുകയും ആ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട മാധവൻ സാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പോൾ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കണ്ടേ അപ്പം നമ്മുടെ ആൾക്കാർക്ക് ഞാൻ വിളിച്ച് പറയാം, ഇതേ ചാനൽ ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട്, നിനക്ക് കംപ്ലൈൻറ്റ് പറയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് അവസരം. ഇത് ബിഗ് ബോസിൽ കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്, അവസരം കയറാത്തവരുണ്ട് കേട്ടോ. ഈ ഇത്തരം ചോദ്യങ്ങളിലും ഇത്തരം താല്പര്യങ്ങളിലും പോയിട്ടുള്ള കയറിയതും കയറാത്തവരുണ്ട്. ബിഗ് ബോസിൽ മാത്രമല്ല മറ്റ് ഷോയിൽ പങ്കെടുപ്പിക്കാന്നുണ്ട് മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. ആ കംപ്ലൈൻറ്റ് പരിശോധിച്ചതിന് ശേഷം ഈ രണ്ടുപേരെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഈ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചത് കറക്റ്റായി. അടുത്ത സീസണിൽ പുതിയ ആൾക്കാർ വരും, പുതിയ മത്സരാർത്ഥികൾ, ആർക്കും പ്രശ്നമില്ല. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ അപ്പോഴും അവർ വന്നില്ലെങ്കിൽ എന്താവും? വന്നില്ലെന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ ഇരിക്കും. വീണ്ടും ഈ പെൺകുട്ടികൾ കൊണ്ട് അഖിൽമാരാര് പറഞ്ഞത് വെറുതെ വെള്ളത്തിൽ കിടക്കും. എനിക്ക് പറയാനല്ലേ പറ്റൂ. അത് തന്നെയാ പറഞ്ഞ ഈ ലോകത്ത് അത് ശരി, തെറ്റ് കണ്ട പ്രതികരിക്കണ്ടേ? ഈ ലോകത്ത് ആളെ പറയണ്ടേ? ഇപ്പൊ ഞാൻ തെറ്റിയത് അങ്ങനല്ല, ഞാൻ രണ്ടുപേരുടെ പേര് പറയുന്നു. അപ്പോഴെന്താ അടുത്ത സാധ്യതകളെ കുറിച്ച് താങ്കളെന്ന് പറഞ്ഞേ? ആ രണ്ടുപേരുണ്ടെങ്കിൽ ഇനി അടുത്ത പോകുന്ന സീസണിൽ പോകുന്നവർക്ക് പറയാം, ഇവരാണെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല തീരുമാനിക്കാൻ മാന്യമായ കുട്ടികൾ കേരളത്തിൽ മീറ്റു ആരോപണം നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരിൽ ഒരാൾ. ഒന്ന് ഇന്നലകളിൽ തന്നെ മീറ്റു ആരോപണം ആ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇന്നലകളിൽ പോലും ചാനലിൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് മീറ്റു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വാർത്ത വന്നിട്ട് ആരെങ്കിലും പോകാതിരുന്നിട്ടുണ്ടോ? എത്രയോ സിനിമാ സംവിധായകർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ആ സംവിധായകന്മാരുടെ പുറകെ ചാൻസ് ചോദിച്ചു കിടക്കുന്ന പെൺകുട്ടികളില്ലേ? നമുക്ക് തന്നെ അറിയാവുന്ന ആർട്ടിസ്റ്റുകൾക്കെതിരെ, നമുക്ക് തന്നെ അറിയാവുന്ന നിർമ്മാതാക്കൾക്കെതിരെ എത്രയോ പെൺകുട്ടികളുടെ പരാതികൾ മാറുകയും ചിലത് വലിയ ഗൗരവമുള്ള പരാതികളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊന്നും അടുത്ത് ഇവരാരും പോകത്തില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? നമ്മൾ ഒരാൾക്കെതിരെ ഒരു ആരോപണം, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു മത്സരാർത്ഥി നിശബ്ദനാക്കപ്പെട്ടു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ജനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനത്തിൻ്റെ വോട്ട് അവനാണെന്നുണ്ടെങ്കിൽ, അവൻ ആ ഹൗസിനുള്ളിൽ നിൽക്കാൻ അവൻ ആഗ്രഹമുള്ളിടത്തോളം കാലം അവൻ പുറത്തു പോകണമെന്ന് പറയുന്നില്ല. അവനെ അതിനകത്ത് വെച്ചിട്ട് കരുതി കൂട്ടി ഇവർ പറഞ്ഞ് പ്ലാൻ ചെയ്ത് പുറത്താക്കാനും ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനും ഇവന്മാർ തീരുമാനിച്ചെങ്കിൽ, അതിനുശേഷം ഇവനെ ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ നിശബ്ദനാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സംസാരിക്കും. അഖിൽമാർക്ക് എന്ത് നഷ്ടം അവന് കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത് അവൻ്റെ എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വിടും. പിന്നെ അവന് ശമ്പളം കൊടുത്തിട്ടില്ല, അവൻ അത്ര ഫിനാൻഷ്യലി, അവൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛന് സുഖമില്ലാതായപ്പോഴത്തേക്ക് ബിഗ് ബോസിനകത്ത് കൺഫറൻസ് റൂമിലേക്ക് വിളിച്ച് സംസാരിപ്പിച്ചു അല്ലേ? ഇവൻ്റെ അച്ഛന് പാനിക് അറ്റാക്ക് വന്നു, ബൈപ്പാസാണ്, അവൻ അറിഞ്ഞിട്ട് കൂടിയില്ല. അവൻ വീട്ടിലേക്ക് വരുമ്പം വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവൻ അറിയുന്നത് ഈ ഒരു കാര്യം.
അപ്പോൾ ഇത് അതിനകത്ത് കരുതിക്കുട്ടിയുള്ള കളിയില്ലേ? അപ്പോൾ ഇതാരെങ്കിലും പറയണ്ടേ? ആ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നലകളിൽ ഇവർ കാണിച്ചുകൊണ്ടിരുന്ന ചില മര്യാദകേടുകളെക്കുറിച്ച് കൂടി ഞാൻ ചേർത്ത് പറഞ്ഞു. അത് അവർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാനെല്ലാ സപ്പോർട്ടും ചെയ്യും, മീഡിയയുടെ ഭാഗത്തു നിന്ന് നിങ്ങളെല്ലാ സപ്പോർട്ടും ചെയ്യണം. അല്ല, എനിക്കതിനകത്ത് വേറൊന്നും പറയാനില്ല. അവർക്ക് പരാതിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നാളെയിൽ ഇത്തരക്കാർ ഈ ആക്ടിവിറ്റീസിൽ ഒന്ന് ഭയപ്പെടുകയെങ്കിലും വേണ്ടേ? ഇതും കൊണ്ട് ഇങ്ങനല്ല എടുക്കേണ്ടത്, ഇങ്ങനല്ല ഷോ കൊണ്ടുപോകേണ്ടത്, ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല ഷോ കൊണ്ടുപോകേണ്ടത്. ജനങ്ങളുടെ ഇപ്പം നമ്മുടെ സ്റ്റാർ സിംഗറിലെ കുറച്ച് പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പറച്ചിലല്ലേ ഉള്ളൂ കേട്ടോ. അല്ല, എന്റെ കണക്ക് ധൈര്യം അവർക്കില്ലെന്നേ. അങ്ങനല്ല, എന്റെ കണക്ക് ധൈര്യമില്ല. അതാണ് ഈ പ്രശ്നം. ഞാൻ തിരിച്ചയച്ച ധൈര്യം ഏറ്റെടുക്കുന്ന അഖിൽ അല്ല, അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ അവരുടെ പേര് പറയുന്നല്ലോ. ഞാൻ തിരിച്ചയച്ച മെസ്സേജ് എന്താണെന്നറിയോ? നിശബ്ദതയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നാശം. നിശബ്ദരാക്കപ്പെടുന്ന ജനത എല്ലാ കാലഘട്ടത്തിലും, ഇന്ത്യ ബ്രിട്ടൻ ഭരിച്ചത് മുതൽ ഈ നിമിഷം വരെ, അന്ന് ബ്രിട്ടൻ്റെ അടിമയായെങ്കിൽ ഇന്ന് കുറേ ജനാധിപത്യ രാഷ്ട്രീയ കോമാളികളുടെ അടിമയായിട്ട് ഇവിടെ കഴിയുന്നു. ചോദിക്കുന്നിടത്ത് ഒരുത്തരും ചോദിക്കുന്നില്ല. നീ നിശബ്ദരാക്കപ്പെടുന്ന ജനതയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കണം, തെളിവുകൾ നിർത്തണം. എല്ലായിടത്തും നമുക്ക്, ഞാനതാ പറഞ്ഞത്, തെളിവുകൾ നിർത്തണ്ടേ? എന്ത് തെളിവുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടത്? അഖിലിന് പറഞ്ഞ വോയിസ് ഉണ്ട്. പെൺകുട്ടിയെ തിരിച്ചറിയുന്നില്ലല്ലോ. പെൺകുട്ടിയെ വോയിസിൽ തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നാളെ ഏതെങ്കിലും മിമിക്രി ആർട്ടിനെ വിളിച്ചിട്ട് ഹലോ അല്ല, അതിൽ കാര്യമില്ല. അഖിൽ ഇങ്ങനത്തെ മണ്ടത്തരവും പറയുന്നുണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. അഖിലിന്റെ കാര്യം സ്റ്റാൻഡ് ഉറപ്പിക്കാനാ നോക്കുന്നത്. അഖിലിന്റെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ നോക്കുന്നു. ഞാൻ ഈ അഖിലിന്റെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ പറയുമ്പോ അത് രണ്ടുപേർക്ക് കൃത്യമായി പൊള്ളിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പൊള്ളിക്കാനാ ഉദ്ദേശിക്കുന്നത്. ചൂടാക്കി ഇങ്ങനെ ചന്തിക്ക് വെക്കില്ല, അത് മാത്രമേ ഉള്ളൂ അഖിലിന്. ആവാശം പൊള്ളിക്കാനാ അല്ല, ചന്തി പൊള്ളിക്കാനാ. ആ ലക്ഷ്യം മാത്രം, ആ ലക്ഷ്യം നിറവേറ്റി. അന്നേരം ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ആശ്വാസമാകും. അഖില് വിചാരിച്ച കാര്യം അവരെ ഒന്ന് നോക്കണം, അത് നടന്നു. അവരെ കയ്യിരിപ്പിനെ നോവും അല്ലേ? അത് നടന്നു. ഇവർക്കൊരു ധാരണയുണ്ട്, ഇവരാണ് ഏഷ്യാനെട്ടെന്ന്. അത് പല മത്സരാർത്ഥികൾക്കും അങ്ങനെ പേടിയുണ്ട്. അയ്യോ, അവരാണ് ഏഷ്യാനെട്ടെന്ന്. അവരല്ല ഏഷ്യാനെറ്റ്. ചിലപ്പം ഭരിക്കാൻ കയറുന്ന ഒരു മന്ത്രിക്ക് ഒരു ധാരണ വരികയാണ്, ഞാനാണ് കേരളം എന്ന് തീരുമാനിക്കുന്ന അയാളല്ല കേരളം എന്ന് നമ്മൾ ജനം ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അതിനാണ് കേരളത്തിൽ പ്രേക്ഷകരുള്ളത്. ഏഷ്യാനെ ആക്കിയത് പ്രേക്ഷകരാണ്. അഖിൽമാരാക്കിയത് പ്രേക്ഷകരാണ്. മോഹൻലാലാക്കിയത് പ്രേക്ഷകരാണ്. ജനങ്ങളോടല്ലേ നീതി പുലർത്തണം നമ്മൾ? ജനങ്ങളോട് തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പം ചോദ്യം ചെയ്യണ്ടേ? ഞാൻ ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ചു വന്ന ഒരാളാണ്. ചില ആൾക്കാർ വന്നിട്ട് പറയും ഏഷ്യാനെറ്റിൻ്റെ 50 ലക്ഷം രൂപ മേടിച്ചിട്ട് നിങ്ങളിത് പറയുന്നത് ശരി. ഞാനത് ഏഷ്യാനെറ്റിൻ്റെ ഷോയിൽ ഞാൻ പങ്കെടുത്തു. ആ 100 ദിവസം ഒരു മികച്ച മത്സരാർത്ഥിയായിട്ട് അവിടെ ഞാനൊന്ന് പെർഫോം ചെയ്തു. അത് കണ്ട ജനത എനിക്ക് വോട്ട് ചെയ്തു. എൻ്റെ ആ 100 ദിവസത്തെ നമ്മുടെ കണ്ടന്റുകൾ ഏഷ്യാനെ സംബന്ധിച്ച് കാശായിട്ട് മാറി. അവർക്ക് സ്പോൺസർമാരുണ്ടായി. ഇതെല്ലാം അവർക്ക് കാശ് കിട്ടിയില്ലേ? അപ്പം ജനത്തിനോട് എനിക്ക് ആത്യന്തികമായിട്ട് ജനത്തിനോടാണ് നന്ദിയുള്ളത്. അപ്പം അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. സംസാരം നമ്മൾ അഖില് പറഞ്ഞ സംസാരത്തിൽ നമ്മൾ എതിർക്കുന്നില്ല. അഖില് പറയുമ്പോൾ ക്ലാരിറ്റിയും വരുത്തണം, തെളിവുകൾ നിർത്തണം. അതാണ് അഖില് ചെയ്യേണ്ടത്. ആ പെൺകുട്ടിക്ക് പരാതിയില്ല. പെൺകുട്ടിയുടെ അല്ല നമ്മുടെ വിഷയം. പിന്നെ അളിയൻ ഇങ്ങനെ പോയി പിന്നെ ഏതാണ് വിഷയം? സിബിനെ പുറത്താക്കിയതാണ്. സിബിനെ അവിടെ നിൽക്കട്ടെ, അതിലും വലിയ ആരോപണമല്ല പെൺകുട്ടിക്കെതിരെ ആരോപിച്ച് പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത്. അഖില് പറയുന്നത് ഞാൻ എന്താണ് സിബിന് വേണ്ടി മാത്രമാണ് ഒരു പെൺകുട്ടികളെ ഇത്രയും പെൺകുട്ടികൾ വരെ ഇരയാക്കിക്കൊണ്ട് പറയുന്നത്. ഇത്രയും പെൺകുട്ടികൾ ഹോട്ടലിൽ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് താങ്കൾ പറയുന്നില്ലേ? ഞാൻ പീഡിപ്പിച്ചു. നിങ്ങൾ പീഡിപ്പിച്ചതല്ല പറയാൻ ഇരയാക്കിയെന്ന് പറഞ്ഞു. അഖില് പറഞ്ഞ വാക്കുകൾ അഖില് റൂട്ട് തിരിച്ചു വിടില്ലേ? അഖില് പറഞ്ഞ ഇത് തന്നെയാണ്. അഖില് സിബിക്ക് വേണ്ടി മാത്രം വാദിച്ചു എന്നുള്ള പറയല്ലേ? അങ്ങനെ അത് മാത്രം നിൽക്കണേ. അഖില് പറഞ്ഞ താങ്കളുടെ സീസണിൽ പൈസ മേടിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിൽ പല പെൺകുട്ടികളും പീഡിപ്പിച്ചിട്ടുണ്ട്. പല കുട്ടികളിൽ ചൂണ്ടയിട്ട് നോക്കിയിട്ടുണ്ട്. അത് കൊത്താത്ത പെൺകുട്ടികളുണ്ട്. കൂടെ പോയ പെൺകുട്ടികൾ ഞാൻ പറഞ്ഞില്ലല്ലോ. കൂടെ പോയ പെൺകുട്ടികളുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, കൂടെ പോയിട്ടുള്ളവരുണ്ട്. പറഞ്ഞല്ലോ. അപ്പൊ സിബിക്ക് വേണ്ടി അല്ലല്ലോ വാദിച്ചു. സിബിക്ക് വേണ്ടി സിബിയുടെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ മതി. ഇതിന്റെ വിഷയമാണല്ലോ ഞാൻ ലൈവിൽ പറയുന്നത്. അത് തന്നെയാണ്. അപ്പൊ ഞാനത് ഈ ലൈവിലേക്ക് വരാനുള്ള കാരണം അത് തന്നെയാണ്. അതെ, സിബിന്റെ തന്നെയാണ് വിഷയം. ഞാൻ എന്റെ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ബിഗ് ബോസ് സീസൺ 6 ഒരു മത്സരാർത്ഥിയായ സിബിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പുറത്താക്കിയത് തന്നെയാണ് എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഓൾറെഡി നിലനിൽക്കുന്നതാ. സിബിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവന് കൊടുത്ത മെഡിസിൻ ഉൾപ്പെടെ ഇപ്പം പിന്നെ PR ടീമിനെ വെച്ചിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അഖില് കണ്ടിട്ടില്ല, ടാബ്ലറ്റ് ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് അവൻ വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ആ വാട്സാപ്പിൽ ഒന്ന് കഴിച്ചു തരുമോ? അത് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് എന്നെ വിളിച്ചു. വോയിസ് കേൾപ്പിച്ചു തരാം. വോയിസ് കേൾപ്പിക്കും. സിബി സംസാരിച്ചു. എന്നാ ഇപ്പൊ കേൾപ്പിച്ചു. എങ്ങനെ എന്താ കേൾപ്പിക്കണ്ടേ? സിബി എനിക്ക് തന്ന ടാബ്ലറ്റ് ഇതൊക്കെയാണ്. ടാബ്ലറ്റ് പിന്നെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എടാ അവന് കാശ് കിട്ടുന്ന പരിപാടി അല്ലെന്ന്. അഖിൽമാരാർ എന്തിനാണെന്ന് സെൻസേഷൻ ആവേണ്ട കാര്യം. അല്ല സിബി എന്താണ് കേൾപ്പിച്ചത്? അളിയൻ ഇപ്പൊ ഞാനിത് ഫുൾ എടുക്കണം. 40 മിനിറ്റ് സംസാരം. കുഴപ്പമില്ല. കാര്യം ക്ലിയർ ആവണ്ടേ? അല്ലാതെ എങ്ങനെയാ? എന്താ കേൾപ്പിക്കണ്ടേ? അല്ല സിബിൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ എന്തൊക്കെയാ സിബിൻ പറഞ്ഞേക്കണം വോയിസിൽ?
40 മിനിറ്റ് ഇപ്പൊ ഇരുന്ന് സിബിൻ പറഞ്ഞ കേൾപ്പിക്കാം. സിബിന്റെ ഇന്റർവ്യൂ എടുത്താൽ പോരെ, അവൻ ഇവിടെ ജീവനോടിരിക്കുന്ന മനുഷ്യനല്ലേ. തെളിവ് ആദ്യം പുറത്തു വിടാകില്ല, അടുത്ത് സിബിന്റെ അടുത്തേക്ക് പോവാം. ഈ വോയിസ് റെക്കോർഡിനകത്ത് ഞാൻ എന്താണ് അതാണ് എൻ്റെ അടുത്ത് സംസാരിച്ചേക്കുന്നതിന്റെ വോയിസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് കാണിക്കാം. ഇത് ഇനി ഇതിനകത്ത് എടുത്തിട്ട് ഏത് സമയത്താ 5-ാമത്തെ മിനിറ്റിലാണോ 10-ാമത്തെ മിനിറ്റിലാണോ സംസാരിച്ചിരുന്നത്? 24 മിനിറ്റും 59 സെക്കൻഡ് ഒക്കെ ഒന്ന് പ്ലേ. ഇത് എത്ര വെച്ചാൽ പ്ലേ ചെയ്തു? ഒരുപാട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ. പിന്നെ ഒരെണ്ണം പ്ലേ. ഞാൻ ഒരു കാര്യം പറയാം, അവനെല്ലാം പറഞ്ഞു. ആ വീഡിയോയിൽ പറഞ്ഞ കാരണം ഞാൻ പറയേണ്ട സമയത്ത് ബാക്കി പറയാന്ന് പറഞ്ഞു. അവൻ പറയും, അവൻ എന്നോട് പറഞ്ഞു അഖിലേട്ടൻ അത് പറയണ്ട, അവൻ തെളിവടക്കം അവൻ എടാ അതിപ്പോ 3-4 ദിവസത്തിനുള്ളിൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ, അല്ലെ 1 മാസം. ഇപ്പം ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് വെച്ചോ, 1 മാസം കഴിഞ്ഞ് എന്നെ എടുത്ത് വെച്ച് തേച്ചൊട്ടിച്ചൂടെ? ഞാൻ ചത്തുപോയില്ലെന്നുണ്ടെങ്കിൽ സിബിനോട് നിങ്ങൾ ചോദിക്കുക, സിബിൻ പറയാ എൻ്റെ പൊന്നമ്പാട്ടി ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല, അയാൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ട്. അന്നേരം ഞാൻ ഈ വോയിസ് റെക്കോർഡ് പുറത്തു വിടും പോരെ. അതല്ല ആകില്ലേ, സിബിൻ പറഞ്ഞോ, ഞാൻ വീഡിയോ കേട്ടതാണ്. സിബിൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് ഇന്ന് വീണ്ടും ആ വീഡിയോയിലും ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തില്ല. എനിക്ക് പറയണമെങ്കിൽ അതിനൊരു കരാറിന്റെ കാര്യം പറയുന്നുണ്ട്. കരാറൊന്നും ആ ചെറുക്കനല്ല, അവൻ നല്ല ആൺകുട്ടിയാ, അവന് ശമ്പളവും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളും പറയുന്നുണ്ട്. അതിനുശേഷം പ്രതികരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇത് അവന്റെ ലേറ്റസ്റ്റ് ഇതാണ്. അനീതി കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ്. ഇത് ഫുള്ളുണ്ട്. ഇത് 15 മിനിറ്റ് എന്തോ ഉണ്ട് അവന്റെ. അവിടെ ഞാൻ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ഞാൻ അഖിലിന്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അഖിലിന്റെ അടുത്ത് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. അവൻ അതിനകത്ത് അവന് കൊടുത്ത മരുന്നുകൾ ഇന്ന മരുന്നുകളാണ് എന്ന് അവൻ ഇതിനകത്ത് ആ മരുന്നുകളുടെ പേര് പറയുന്നുണ്ട്. അവൻ അതെടുത്ത് വെച്ച് തെളിവോട് കൂടിയിട്ട് അവൻ കൃത്യമായിട്ട് പത്രക്കാരെ മുന്നിൽ പറയുമെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറയുമെന്ന്. അവിടെയാണ് എന്റെ ചോദ്യം. ഒരു കാര്യം ചെയ്താൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അഖിലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന മരുന്ന് ഇന്ന മരുന്നാ തന്നുള്ള ഞാൻ നിങ്ങളുടെ അടുത്ത് വെച്ച് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നേ. കാര്യം അത് അവൻ എന്നോട് ചോദിച്ചാൽ റിക്വസ്റ്റാ എന്നാ അത് പറയൂ. സാധാരണ ബിഗ് ബോസ് ഞാൻ ചോദിക്കട്ടെ, ലൈവിൽ വന്നിട്ടും സിബി ലൈവിൽ വന്നിട്ടും എനിക്ക് ഇന്ന ടാബ്ലറ്റാണ് തന്നത്. അവൻ പറഞ്ഞല്ലോ അവന് ബൈപ്പോളാറിന് കൊടുക്കുന്ന അഖിലിന്റെ അടുത്ത് പറഞ്ഞു എന്നാ പറയുന്നത്. അഖിൽ ഈ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ പോരല്ലോ, അഖിലിന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അടുത്ത് പറഞ്ഞല്ല, അത് എനിക്കതിനുള്ള പ്രൂഫ് കാണിച്ചു തന്നിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മെഡിക്കൽ റിപ്പോർട്ട് സൈക്കാട്രിക് ഡിവിഷനിലെ വർക്ക് എനിക്കറിയാമല്ലോ, ലൈവിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞത് എന്റെ പ്രധാനപ്പെട്ട വിഷയം ഇവര് അതിനുശേഷം വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവന്മാർ അയച്ച റെക്കോർഡ് അവൻ്റെ ഉണ്ട്, വിരട്ടി അയച്ച റെക്കോർഡ് ഉണ്ടല്ലോ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്, അതും അവൻ്റെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ചിട്ട്. ഇത് അവന്റെ ജിഹ്വയായി മാറാൻ എനിക്ക് പറ്റുമോ? ഞാൻ അവന് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ നിശബ്ദനാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ വിന്നറായ ഞാൻ എന്തിനാണെന്ന് ഇവന്മാർക്കെതിരെ പറയേണ്ട കാര്യം? എനിക്ക് മിണ്ടാതെ പഞ്ചവച്ചോടൊക്കെ ഇരുന്നാൽ പോരെ. ഏഷ്യാൻ്റെ ഇത് കിട്ടുന്നതും എന്തായാലും കിട്ടുമല്ലോ, ഒന്നും തരാതിരിക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ നാളെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ ഒരു മറ്റേ ഷോ വരുന്നു, ചേട്ടാ എന്നെയും കൂടെ വിളിക്കണേ. പോകത്തില്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞത് പോകത്തില്ല. ഇവരുടെ ഒരു പരിപാടിക്ക് നമുക്ക് വേണ്ട. ഇവരില്ലെങ്കിൽ ഇന്നലെ കളി ഇവരുണ്ടായിട്ടാണോ ജീവിച്ചത്? അല്ലല്ലോ, നാളെ അങ്ങനെ ജീവിക്കും. പിന്നെ ഈ 2 പേരല്ല ഏഷ്യാനുണ്ട്, അതാണ് എൻ്റെ സന്തോഷം. ഈ 2 പേരല്ലല്ലോ ഏഷ്യാനെട്ട് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് വന്നതിനകത്ത് നിന്നുള്ള അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള 2 പേര്. അവരിലൂടെ ഏഷ്യാൻ്റെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. അത് അവർ ചാനലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും തിരിച്ചറിയട്ടെ. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ക്ലിയർ ചെയ്യട്ടെ. ഏഷ്യാനെറ്റിന്റെ മാധവൻ സാറ് ഇതുമായിട്ടൊരു അന്വേഷണ ചാനലിന് അത്രയും അതിനുശേഷം പെൺകുട്ടികൾക്ക് തെളിവുണ്ടെങ്കിൽ കൊടുക്കാൻ പറയുന്നു. പെൺകുട്ടി തെളിവ് കൊടുക്കുകയാണെങ്കിൽ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. 100%. ഞാൻ വേണമെങ്കിൽ അവരെ പ്രഷർ ചെയ്ത് ഞാൻ കൊണ്ട് കൊടുപ്പിക്കാം. ഒരു മിനിറ്റ്. അപ്പോഴും പെൺകുട്ടികൾ അതിന് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അഖില് ഈ ഓഡിയോസും കാര്യങ്ങളും പുറത്തുവിടാൻ തയ്യാറാവും? അത് ഞാൻ വിട്ടിട്ട് കാര്യമില്ല. കാരണം അവർക്കാണ് നാണക്കേട്. കാരണം നമുക്ക് അവരുടെ പ്രൈവസി മാനിക്കണ്ടേ? അങ്ങനെ ഇപ്പം എത്ര പെൺകുട്ടികളാണ് ഭയപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ പേര് പുറത്ത് പറയുന്നുണ്ടോ? നമ്മുടെ ബിഗ് ബോസിൽ പോയ പെൺകുട്ടികളുടെ വീട്ടുകാർ എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും? എൻ്റെ മോക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവും, എൻ്റെ മോക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? എത്ര പേര് പോയിട്ടുണ്ട്? ഓരോ സീസണിൽ എത്ര പെൺകുട്ടികൾ എത്രയോ പെൺകുട്ടികൾ പോയിട്ടുണ്ട് സീസണിൽ. അവരുടെ വീട്ടിലിരിക്കുന്ന പേരൻസ് എൻ്റെ മോൾ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നവർ ചിന്തിക്കില്ലേ? അതായത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയും മലയാള സിനിമ പോലുള്ള ഇതിലെടുത്ത് പറയാൻ കുറെ ആളുകളല്ലേ? അങ്ങനെ പോവല്ല, ഇതിലെടുത്ത് പറയാൻ കുറച്ച് പെൺകുട്ടികളെ പോയിട്ടുള്ളൂ. എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിയാവുന്ന കുറെ ആളുകളല്ലേ ഉള്ളൂ. ചിലരെ ഉപയോഗിച്ചിട്ടുണ്ട്, ചിലരെ അത് അബദ്ധം പറ്റി ചിലർ വഴങ്ങി കൊടുത്തിട്ടുള്ളവർ പിന്നീട് ദുഃഖിച്ചിട്ട് മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വഴങ്ങി കൊടുക്കാത്ത ആൾക്കാർ പുറത്തുണ്ട്.